മാലിദ്വീപിൽ നിന്ന് പണം അയക്കാനുള്ള പരിധി വെട്ടിക്കുറച്ച SBI നടപടിയിൽ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് മലയാളികൾ 6000-ഓളം വരുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് പണം അയക്കാൻ ആശ്രയിക്കുന്നത് SBI ആണ്. ഏജന്റുമാരെ ആശ്രയിക്കുമ്പോൾ വൻതുക നഷ്ടം വരുന്നുണ്ട് എന്നും മലയാളികൾ പറയുന്നു. SBIയുടെ നടപടിയിൽ വലഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ. പണം അയക്കാനുള്ള പരിധി $400 നിന്നും $150 കുറച്ചത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണമയക്കാൻ സ്വകാര്യ ഏജന്റുമാരെ ആശ്രയിക്കുന്നത് കൊണ്ട് കമ്മീഷനായി വൻ തുകയാണ് നഷ്ടപ്പെടുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ബാങ്ക് അധികൃതരോട് നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഡോളറിന്റെ ലഭ്യത കുറവാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വേറൊരു രാജ്യത്തുമില്ലാത്ത സ്ഥിതിക്കാണ് നമ്മളുടെ സ്വന്തം ബാങ്ക് SBI പെരുമാറുന്നത്. നമുക്ക് $150 നാട്ടിലേക്ക് എത്തിക്കാൻ പറയാന്ന് പറഞ്ഞാൽ 12,000 സിസ്റ്റം രൂപ മാത്രമേ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഒരു പരിധിവരെ ബ്ലാക്ക് മാർക്കറ്റ്, മണി ലോണ്ടറിംഗ് ഏജൻസീസ്, കുഴൽപ്പണം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ഈ കുഴൽപ്പണം ആൾക്കാരെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. മുൻപ് പരിധിയില്ലാതെ പണമയക്കാൻ കഴിയുമായിരുന്നു. 2014 ഇത് $500 SBI കുറച്ചു. തുടർന്ന് $400 ഇപ്പോൾ $150 കുറയ്ക്കുകയായിരുന്നു. രാജ്യസഭാ MPമാരായ ജോൺ ബ്രിട്ടാസ്, A റഹീം എന്നിവർ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടപെടൽ തേടി ധനമന്ത്രി നിർമ്മല സീതാരാമനും റിസർവ് ബാങ്കിനും കത്തയച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.